ഹലോ സ്റ്റുഡൻസ്, +2 മാത്തമാറ്റിക്സിലെ ഇൻ്റഗ്രേഷൻ എന്ന 7ാമത്തെ ചാപ്റ്ററിൻ്റെ 2ാമത്തെ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സിൽ ഇൻ്റഗ്രേഷൻ റിവേഴ്സ് പ്രോസസ് ഓഫ് ഡിഫറൻസിയേഷൻ ആണെന്ന് നമ്മൾ പഠിച്ചു. ഡെറിവേറ്റീവിൻ്റെ ഫോർമുല യൂസ് ചെയ്ത് നമ്മൾ ഒരുപാട് ഫങ്ഷൻസിൻ്റെ ഇൻ്റഗ്രൽ കണ്ടുപിടിച്ചു. ഫങ്ഷൻസ് തന്നാൽ അതിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യുന്ന മെത്തേഡ്സ് നമുക്ക് ഇനിയുള്ള ക്ലാസ്സുകളിൽ ഡീറ്റെയിൽഡ് ആയിട്ട് ഡിസ്കസ് ചെയ്യാം. ഇന്ന് ഡിസ്കസ് ചെയ്യുന്ന മെത്തേഡ്സ് ഓഫ് ഇൻ്റഗ്രേഷൻ ഇൻ്റഗ്രേഷൻ ബൈ സബ്സ്റ്റിറ്റ്യൂഷൻ ആണ്. ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത് മെത്തേഡ്സ് ഓഫ് ഇൻ്റഗ്രേഷൻ. അതിൽ ഫസ്റ്റ് വൺ ഇന്റഗ്രേഷൻ ബൈ സബ്സ്റ്റിറ്റ്യൂഷൻ. കൺസിഡർ ഇന്റഗ്രൽ f of x dx. We change the independent variable x to t by using the substitution x equal to g of t. Then differentiate ചെയ്യുക. dx by dt equal to g of t ഡെറിവേറ്റീവ് g dash of t. Then f of x dx ല് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് x നെ കംപ്ലീറ്റ് ആയിട്ട് t യിലേക്ക് ചേഞ്ച് ചെയ്യുക. അപ്പോൾ ഫ്രം ദിസ് വാട്ട് ഈസ് dx equal to g dash of t dt. Substituting this one, integral f of x dx equal to integral f of x, what is x? G of t into dx. dx equal to g dash of t dt. എക്സ് എന്ന് പറഞ്ഞ ഇൻഡിപെൻഡന്റ് വേരിയബിളിനെ നമ്മൾ ഏതിലേക്ക് ചേഞ്ച് ചെയ്തു? ടിയിലേക്ക് ചേഞ്ച് ചെയ്തു. അപ്പോൾ ഇതാണ് മെത്തേഡ്സ് ഓഫ് സബ്സ്റ്റിറ്റ്യൂഷനിൽ ചെയ്യുന്നത്. കൂടുതൽ ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്ക് പ്രോബ്ലത്തിൽ ഡിസ്കസ് ചെയ്യാം. ഫസ്റ്റ് പ്രോബ്ലം ഇന്റഗ്രൽ 2x ഇൻറ്റു സൈൻ ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് 1 dx. അപ്പോൾ ഈ പ്രോബ്ലം നമ്മൾ സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡ് യൂസ് ചെയ്ത് എങ്ങനെ കണ്ടുപിടിക്കാമെന്ന് നോക്കാം. എല്ലാ പ്രോബ്ലത്തിലും ഒരേ മെത്തേഡാണ് യൂസ് ചെയ്യേണ്ടത്. ഫസ്റ്റ് എക്സിനെ നമ്മൾ ടി എന്ന വേരിയബിളിലേക്ക് ചേഞ്ച് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതിനുവേണ്ടി സൈൻ എക്സ് സ്ക്വയർ പ്ലസ് 1 ആണ്. ടേക്ക് ടി ഈക്വൽ ടു എക്സ് സ്ക്വയർ പ്ലസ് 1. t equal to x square plus 1. cos 2x ആണെങ്കിൽ t equal to 2x കൊടുക്കണം. cos x cube ആണെങ്കിൽ t equal to x cube. അതേ രീതിയിൽ ട്രിഗണോമെട്രിക് ഫംഗ്ഷൻ വന്നാൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. നെക്സ്റ്റ് സ്റ്റെപ്പിൽ dt by dx കാൽക്കുലേറ്റ് ചെയ്യണം. എക്സ് സ്ക്വയറിന്റെ ഡെറിവേറ്റീവ് 2x, 1ന്റെ ഡെറിവേറ്റീവ് 0 ആണ്. അപ്പൊ എക്സ് സ്ക്വയറിന്റെ ഡെറിവേറ്റീവ് 2x. ഇതിൽ നിന്നും dx ഫൈൻഡ് ഔട്ട് ചെയ്യുക. അതിനു വേണ്ടി dx ഈ ആർച്ച് സൈഡിലേക്ക് എടുത്താൽ മതി. dt ഈക്വൽ ടു dx ഇങ്ങോട്ട് എടുത്താൽ dx 2x LHS സൈഡിലേക്ക് എടുക്കുക. dt by 2x. അപ്പോ ഈ ആർച്ച് സൈഡിൽ എന്താണുള്ളത് അത് നേരെ LHS സൈഡിലേക്ക് ഡിവൈഡ് ബൈ ആയിട്ട് എടുക്കുക. പിന്നെ dx ഈ സൈഡിലേക്ക് എടുക്കുക. t ഈക്വൽ ടു സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. dt ബൈ dx കാൽക്കുലേറ്റ് ചെയ്യുക. അതായത് ഇതിന്റെ ഡെറിവേറ്റീവ് കാൽക്കുലേറ്റ് ചെയ്യുക. ഇനി ഇവിടെ ഏത് ടേം ആണോ വരുന്നത് അത് നേരെ ഡിവൈഡ് ബൈ ആയിട്ട് ഡിനോമിനേറ്ററിലേക്ക് എടുക്കുക. ഈക്വൽ ടു dx. ഇനി ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഇന്റഗ്രൽ 2x ഇൻറ്റു സൈൻ എക്സ് സ്ക്വയർ പ്ലസ് 1 dx equal to integral 2x.
ഇൻറ്റു സൈൻ വാട്ട് ഈസ് എക്സ് സ്ക്വയർ പ്ലസ് 1 ടി ആണ്. സൈൻ ടി ഇൻറ്റു ഡി എക്സ്. ഡി എക്സ് ഈക്വൽ ടു ഡി ടി ബൈ 2x. അപ്പൊ ഇങ്ങനെ ചെയ്താൽ ഈ എക്സ് സ്ക്വയർ പ്ലസ് 1ന്റെ ഡെറിവേറ്റീവ് ഈ ഫംഗ്ഷൻ ഇവിടെ തന്നെ ഇന്റഗ്രന്റിൽ ഉണ്ടാവും. 2x അവിടെ ഉണ്ടല്ലോ. അതുകൊണ്ട് തന്നെ ഈ 2xും ഈ 2xും കട്ടായിട്ട് പോകും. ദെൻ റിമൈനിങ് എന്താണ് വരുന്നത് അത് എഴുതാം. ഇന്റഗ്രൽ സൈൻ ടി ഡി ടി. നമ്മൾ നേരത്തെ പഠിച്ച ഏതെങ്കിലും ഒരു ഫോർമുല ആയിരിക്കും അത്. ഇന്റഗ്രൽ സൈൻ ടി ഡി ടി ഈക്വൽ ടു മൈനസ് കോസ് ടി പ്ലസ് സി. ലാസ്റ്റ് സ്റ്റെപ്പില് ടിക്ക് നമ്മൾ എന്താണോ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് അത് കൊടുക്കുക. അപ്പൊ മൈനസ് കോസ് എക്സ് സ്ക്വയർ പ്ലസ് 1 പ്ലസ് സി. ഇതാണ് ആൻസർ വരിക. ആൻസർ. അപ്പോ മെത്തേഡ് സൈൻ ഇതിന് ടി കൊടുക്കുക. ടി ഈക്വൽ ടു എക്സ് സ്ക്വയർ പ്ലസ് 1 ഡി ടി ബൈ ഡി എക്സ് ഈക്വൽ ടു എക്സ് സ്ക്വയറിന്റെ ഡെറിവേറ്റീവ് 2x. അപ്പൊ ഈ ആർ എച്ച് എസിൽ ഏത് ടേം ആണോ വരുന്നത് അത് ഡിനോമിനേറ്ററിലേക്ക് വരും. ഡി ടി ബൈ 2x ഈക്വൽ ടു ഡി എക്സ്. ഇനി ഈ എക്സ് കംപ്ലീറ്റ് ടിയിലേക്ക് ചേഞ്ച് ചെയ്യുക. അപ്പൊ 2x ഇൻറ്റു സൈൻ എക്സ് സ്ക്വയർ പ്ലസ് 1 ഈക്വൽ ടു ടി ഡി എക്സ് ഈക്വൽ ടു ഡി ടി ബൈ 2x. ഇത് രണ്ടും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഇതും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അങ്ങനെ നിങ്ങൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ കട്ട് ചെയ്യാനുണ്ടാവും. അത് ക്യാൻസൽ ചെയ്യുക. റിമൈനിങ് എന്താണോ വരുന്നത് അത് എഴുതുക. ഇന്റഗ്രൽ സൈൻ ടി ഡി ടി. അപ്പോൾ നിങ്ങൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ച ഏതെങ്കിലും ഒരു ഫോർമുല ആയിരിക്കും. അപ്പൊ സൈൻ ടി ഇന്റഗ്രല് മൈനസ് കോസ് ടി പ്ലസ് സി. ലാസ്റ്റ് സ്റ്റെപ്പില് ടി ഈക്വൽ ടു എക്സ് സ്ക്വയർ പ്ലസ് 1 കൊടുക്കുക. അപ്പൊ മൈനസ് കോസ് എക്സ് സ്ക്വയർ പ്ലസ് 1 പ്ലസ് സി. സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡിലെ എല്ലാ പ്രോബ്ലം ചെയ്യേണ്ടത് ഈ ഒരു മെത്തേഡിലാണ്. നെക്സ്റ്റ് പ്രോബ്ലം ഇന്റഗ്രൽ സൈൻ ടാൻ ഇൻവേഴ്സ് എക്സ് ബൈ 1 പ്ലസ് എക്സ് സ്ക്വയർ ഡി എക്സ്. അപ്പോൾ ഇവിടെ എന്താണ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടത്? സൈൻ ടാൻ ഇൻവേഴ്സ് എക്സ് ആണ്. അപ്പോ ടി ഈക്വൽ ടു ടാൻ ഇൻവേഴ്സ് എക്സ്. നെക്സ്റ്റ് സ്റ്റെപ്പ് ഡെറിവേറ്റീവ് കണ്ടുപിടിക്കുക വിത്ത് റെസ്പെക്ട് ടു ടി. ഡി ടി ബൈ ഡി എക്സ്. ടാൻ ഇൻവേഴ്സ് എക്സിന്റെ ഡെറിവേറ്റീവ് 1 ബൈ 1 പ്ലസ് എക്സ് സ്ക്വയർ. നെക്സ്റ്റ് ആർ എച്ച് എസിലത്തെ ടേം ഡിനോമിനേറ്ററിലേക്ക് എടുക്കുക. അപ്പൊ ഡി ടി ബൈ 1 ബൈ 1 പ്ലസ് എക്സ് സ്ക്വയർ ഈക്വൽ ടു ഡി എക്സ്. അപ്പൊ ഇവിടെ എന്താണോ വരുന്നത് അത് നേരെ ഡിനോമിനേറ്ററിലേക്ക് വന്നു. ഈക്വൽ ടു ഡി എക്സ്. നെക്സ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഇന്റഗ്രൽ സൈൻ ടാൻ ഇൻവേഴ്സ് എക്സ് ബൈ 1 പ്ലസ് എക്സ് സ്ക്വയർ ഡി എക്സ് ഈക്വൽ ടു ഇന്റഗ്രൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടത് ടാൻ ഇൻവേഴ്സ് എക്സിനും ഡി എക്സിനുമാണ്. അപ്പൊ ടാൻ ഇൻവേഴ്സ് എക്സിന്റെ പ്ലേസിൽ ടി കൊടുക്കുക. ഡി എക്സിന്റെ പ്ലേസിൽ ഈ ടേമും കൊടുക്കുക. അപ്പൊ ഇന്റഗ്രൽ സൈൻ ടാൻ ഇൻവേഴ്സ് എക്സ് ഈസ് ടി ഡിവൈഡഡ് ബൈ 1 പ്ലസ് എക്സ് സ്ക്വയർ into dx equal to dt by 1 by 1 plus x square. അപ്പൊ എന്ത് സംഭവിക്കും? 1 plus x square 1 plus x square കട്ട് ചെയ്യുക. റിമൈനിങ് എന്താണുള്ളത്? ഇന്റഗ്രൽ സൈൻ ടി ഡി ടി. ബാക്കിയൊക്കെ കട്ട് ചെയ്ത് പോയി. പിന്നെ 1 ആണുള്ളത്. 1 ഡിവൈഡ് ബൈ 1 ഡി ടി തന്നെയാണ്. ഇന്റഗ്രൽ സൈൻ ടി ഡി ടി. സൈൻ ടിയുടെ ഇന്റഗ്രൽ മൈനസ് കോസ് ടി പ്ലസ് സി. ലാസ്റ്റ് സ്റ്റെപ്പിൽ ടി ഈക്വൽ ടു ടാൻ ഇൻവേഴ്സ്
എക്സ് കൊടുക്കുക. അപ്പൊ ഈക്വൽ ടു മൈനസ് കോസ് ടാൻ ഇൻവേഴ്സ് എക്സ് പ്ലസ് സി. അപ്പൊ ഇതാണ് ആൻസർ വരിക. അപ്പൊ നേരത്തെ ചെയ്ത അതേ രീതി തന്നെ ടി ഈക്വൽ ടു ടാൻ ഇൻവേഴ്സ് എക്സ് കൊടുത്തു, ഡി ടി ബൈ ഡി എക്സ് ഫൈൻഡ് ഔട്ട് ചെയ്തു. ലാസ്റ്റ് ടാൻ ഇൻവേഴ്സ് എക്സിനും ഡി എക്സിനും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. 1 പ്ലസ് എക്സ് സ്ക്വയർ കട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് കിട്ടുന്നത് ഇന്റഗ്രൽ സൈൻ ടി ഡി ടി ആണ്. സൈൻ ടിന്റെ ഇന്റഗ്രല് മൈനസ് കോസ് ടി പ്ലസ് സി. ടി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മൈനസ് കോസ് ടാൻ ഇൻവേഴ്സ് എക്സ് പ്ലസ് സി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇന്റഗ്രൽ cos ax plus b dx. Here we use the substitution ax plus b equal to t. T equal to ax plus b. Then dt by dx equal to a into what is derivative of x? 1. A into 1 plus derivative of b. b is constant. x ഇല്ലാത്ത ടേം ആണല്ലോ. അപ്പൊ b equal to constant. Hence derivative of b equal to 0. അപ്പൊ a into 1, a plus 0 equal to a. അപ്പൊ dt by dx equal to a. അപ്പൊ dt by a equal to dx. Substitute ചെയ്യാം. അപ്പൊ ഇന്റഗ്രൽ cos ax plus b, ax plus b ക്ക് t dx, dx equal to dt by a equal to കട്ട് ചെയ്യാനൊന്നുമില്ല. അപ്പൊ ഡിവൈഡ് ബൈ എ കോൺസ്റ്റന്റ് ആണ്, ടേക്ക് ഔട്ട് സൈഡ്. ഡിവൈഡ് ബൈ എ ആണ്. അപ്പൊ 1 ബൈ എ ഔട്ട് സൈഡ് എടുക്കുക. കോൺസ്റ്റന്റ് ഉണ്ടെങ്കിൽ നമ്മളത് ഔട്ട് സൈഡ് എടുക്കുക. ഇന്റഗ്രലിന്റെ 1 ബൈ എ ഇന്റഗ്രൽ കോസ് ടി ഡി ടി. 1 ബൈ എ ഇന്റഗ്രൽ കോസ് ടിയുടെ ഇന്റഗ്രൽ എന്താണ്? സൈൻ ടി പ്ലസ് സി. സൈൻ ടി പ്ലസ് സി. ലാസ്റ്റ് സ്റ്റെപ്പില് ടിക്ക് എ എക്സ് പ്ലസ് ബി എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. 1 ബൈ എ ഇൻറ്റു സൈൻ എ എക്സ് പ്ലസ് ബി പ്ലസ് സി. 1 ബൈ എ സൈൻ എ എക്സ് പ്ലസ് ബി പ്ലസ് സി. അപ്പൊ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത്, ഇപ്പൊ സൈൻ എ എക്സ് പ്ലസ് ബിയുടെ ഇന്റഗ്രൽ ആണെങ്കിൽ എന്തായിരിക്കും ആൻസർ കിട്ടുക? സൈനിന്റെ ഇന്റഗ്രൽ എന്താണ്? മൈനസ് കോസ് ആണ്. അപ്പൊ സൈൻ എ എക്സ് പ്ലസ് ബിയുടെ ഇന്റഗ്രൽ മൈനസ് കോസ് എ എക്സ് പ്ലസ് ബി ഡിവൈഡഡ് ബൈ എ ഉണ്ടാവും. ഇവിടെ 3 ആണെങ്കിൽ ഡിവൈഡ് ബൈ 3 ഉണ്ടാകും. ഇവിടെ 5x പ്ലസ് 3 ആണെങ്കിൽ ഡിവൈഡ് ബൈ 5. ആ രീതിയിൽ ആണ് ഇന്റഗ്രല് നമുക്ക് കിട്ടുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇന്റഗ്രൽ സൈൻ ഇൻവേഴ്സ് എക്സ് ഡിവൈഡ് ബൈ റൂട്ട് 1 മൈനസ് എക്സ് സ്ക്വയർ ഡി എക്സ്. ഇൻവേഴ്സ് ട്രിഗണോമെട്രിക് ഫംഗ്ഷൻ ഇന്റഗ്രന്റിൽ വരുന്നുണ്ടെങ്കിൽ ടേക്ക് ടി ഈക്വൽ ടു ദാറ്റ് ഇൻവേഴ്സ് ട്രിഗണോമെട്രിക് ഫംഗ്ഷൻ. ടി ഈക്വൽ ടു സൈൻ ഇൻവേഴ്സ് എക്സ്. നെക്സ്റ്റ് സ്റ്റെപ്പ് ഡെറിവേറ്റീവ് കണ്ടുപിടിക്കുക. ഡി ടി ബൈ ഡി എക്സ്. സൈൻ ഇൻവേഴ്സ് എക്സിന്റെ ഡെറിവേറ്റീവ് 1 ബൈ റൂട്ട് 1 മൈനസ് എക്സ് സ്ക്വയർ. നെക്സ്റ്റ് ആർക്കസിലുള്ള ടേം ഡിവൈഡ് ബൈ ആയി ഡിനോമിനേറ്ററിലേക്ക് വരും. അപ്പൊ ഡി ടി ഡിവൈഡ് ബൈ 1 ബൈ റൂട്ട് 1 മൈനസ് എക്സ് സ്ക്വയർ ഈക്വൽ ടു ഡി എക്സ്. അല്ലെങ്കിൽ ഇങ്ങനെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താലും മതി. Then substitute in this one. Integral sin inverse x. Sin inverse x equal to t ആണ്. t divided by root 1 minus x square into dx. dx equal to dt divided by 1 by root 1 minus x square. റൂട്ട് 1 മൈനസ് എക്സ് സ്ക്വയർ ക്യാൻസൽ ചെയ്യുക. റിമൈനിങ് എന്താണുള്ളത്? ഇന്റഗ്രൽ ടി ഡി ടി. ഇന്റഗ്രൽ ടി ഡി ടി. വാട്ട് ഈസ് ഇന്റഗ്രൽ ഓഫ് ടി?
ഇന്റഗ്രൽ ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് സ്ക്വയർ ബൈ 2. ദാറ്റ് ഈസ് ടി നമുക്ക് എങ്ങനെ എഴുതാം? ടി റേസ് ടു 1 എന്ന് എഴുതാലോ. അപ്പൊ എക്സ് റേസ് ടു എന്നിന്റെ ഇന്റഗ്രൽ എക്സ് റേസ് ടു എൻ പ്ലസ് 1 ഡിവൈഡഡ് ബൈ എൻ പ്ലസ് 1 പ്ലസ് സി ആണ്. അപ്പൊ ടി റേസ് ടു 1 ന്റെ ഇന്റഗ്രൽ ടി റേസ് ടു 1 പ്ലസ് 1 ബൈ 1 പ്ലസ് 1 പ്ലസ് സി. ദാറ്റ് ഈസ് ടി സ്ക്വയർ ബൈ 2 പ്ലസ് സി. What is t? T equal to sin inverse x. So sin inverse x whole square by 2 plus c. അപ്പോൾ ഇതിന്റെ ഇന്റഗ്രൽ വരുന്നത് ഇതാണ്. അപ്പൊ നമ്മൾ ഇവിടെ സൈൻ ഇൻവേഴ്സ് എക്സിന് ടി കൊടുത്തു. അപ്പൊ ഇന്റഗ്രൽ ടി ആയി. ഇന്റഗ്രൽ ടി എന്താണ്? ടി സ്ക്വയർ ബൈ 2 ആണ്. അപ്പൊ നമ്മൾ ഇന്റഗ്രന്റ് കണ്ടാൽ തന്നെ നമുക്ക് അതിന്റെ ആൻസർ കിട്ടും. ഇന്റഗ്രൽ സൈൻ ഇൻവേഴ്സ് എക്സിന് ടി കൊടുക്കുന്നതുകൊണ്ട് ഇന്റഗ്രൽ ടി, ടിയുടെ ഇന്റഗ്രൽ എന്താണ്? ടി സ്ക്വയർ ബൈ 2 പ്ലസ് സി. സൈൻ ഇൻവേഴ്സ് എക്സ് ആയാലും സൈൻ ഇൻവേഴ്സ് എക്സ് ഹോൾ സ്ക്വയർ ബൈ 2 പ്ലസ് സി വരും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇന്റഗ്രൽ ലോഗ് എക്സ് ഹോൾ സ്ക്വയർ ബൈ എക്സ് ഡി എക്സ്. എന്തായിരിക്കും ടി കൊടുക്കേണ്ടത് ഇവിടെ? ഏത് ഫംഗ്ഷനാണ് ടി? അപ്പൊ അതിന് നമ്മൾ അവിടെ അതിന്റെ ഡെറിവേറ്റീവ് എക്സിസ്റ്റ് ചെയ്യും. ഡെറിവേറ്റീവ് 1 ബൈ എക്സ് ഇവിടെ ഉണ്ട്. അപ്പൊ ഏത് ടി കൊടുക്കണം? ലോഗ് എക്സ് ഈക്വൽ ടു ടി കൊടുക്കുക. അപ്പൊ ടി ഈക്വൽ ടു ലോഗ് എക്സ്. ദെൻ ഡി ടി ബൈ ഡി എക്സ് ഈക്വൽ ടു 1 ബൈ എക്സ്. ഈ 1 ബൈ എക്സ് നേരെ ഡിനോമിനേറ്ററിലേക്ക് എടുക്കുക, അല്ലെങ്കിൽ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. എക്സ് ഡി ടി ഈക്വൽ ടു ഡി എക്സ് എന്ന് എഴുതാം. അപ്പൊ ഡി ടി ബൈ 1 by x equal to dx. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഇന്റഗ്രൽ log x equal to t ആണ്. t സ്ക്വയർ ബൈ x dx ന് dt ഡിവൈഡഡ് ബൈ 1 by x. അപ്പൊ നമുക്ക് ഈ ഇന്റഗ്രൽ നോക്കിയിട്ട് ആൻസർ പറയാൻ പറ്റും. log x ആണല്ലോ നമ്മൾ t കൊടുക്കുന്നത്. അപ്പൊ ഇവിടെ എന്താ വരുക? t സ്ക്വയർ ആണ് വരുക. ടി സ്ക്വയറിന്റെ ഇന്റഗ്രൽ എന്താണ്? ടി ക്യൂബ് ബൈ 3 ആണല്ലോ. നോക്കാം നമുക്ക് എന്താണ് കിട്ടുകയെന്ന്. എക്സ് എക്സ് ക്യാൻസൽ ചെയ്യാം. ദെൻ ഇന്റഗ്രൽ ടി സ്ക്വയർ ഡി ടി. ടി സ്ക്വയറിന്റെ ഇന്റഗ്രൽ ടി റേസ് ടു 2 പ്ലസ് 1 ഡിവൈഡ് ബൈ 2 പ്ലസ് 1 പ്ലസ് സി. ടി ക്യൂബ് ബൈ 3 പ്ലസ് സി. വാട്ട് ഈസ് ടി? log x. അപ്പൊ ഈക്വൽ ടു log x ഹോൾ ക്യൂബ് ബൈ 3 പ്ലസ് സി. അപ്പൊ ഇവിടെ log x ഹോൾ സ്ക്വയർ ആണ്. അപ്പൊ അതിന്റെ ഇന്റഗ്രൽ വരുന്നത് log x ഹോൾ ക്യൂബ് ബൈ 3 പ്ലസ് സി. എന്തുകൊണ്ട്? log x ന്റെ ഡെറിവേറ്റീവ് 1 ബൈ എക്സ് അവിടെ എക്സിസ്റ്റ് ചെയ്യുന്നത് കൊണ്ട്. അപ്പോ നമ്മൾ പഠിച്ച ഈ 5 പ്രോബ്ലത്തിനും ഒരേ മെത്തേഡിലാണ് ഇന്റഗ്രേറ്റ് ചെയ്യേണ്ടത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇന്റഗ്രൽ 2x ബൈ 1 പ്ലസ് എക്സ് സ്ക്വയർ ഡി എക്സ്. അപ്പൊ ഇവിടെ 2x 1 പ്ലസ് എക്സ് സ്ക്വയർ ഒരു ഫംഗ്ഷനും അതിന്റെ ഡെറിവേറ്റീവും ഉണ്ടാകും. അങ്ങനെ ആകുമ്പോഴാണ് നമ്മൾ ഈ സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡ് യൂസ് ചെയ്യുന്നത്. അപ്പൊ ഇവിടെ ഡെറിവേറ്റീവും ഫംഗ്ഷനും ഉണ്ട്. അപ്പോൾ ഏതായിരിക്കണം നമ്മൾ ടി കൊടുക്കേണ്ടത്? ടി ഈക്വൽ ടു എക്സ് സ്ക്വയറിന്റെ ഡെറിവേറ്റീവ് എന്താണ്? 2x. അപ്പൊ ഇതാണ് ഫംഗ്ഷൻ, ഇതാണ് അതിന്റെ ഡെറിവേറ്റീവ്. അപ്പോൾ ടി ഈക്വൽ ടു 1 പ്ലസ് എക്സ് സ്ക്വയർ. അങ്ങനെ കൊടുത്താൽ മാത്രമേ നമുക്ക് ക്യാൻസൽ ചെയ്ത് പോവുകയുള്ളൂ. ഡി ടി ബൈ ഡി എക്സ് ഈക്വൽ ടു 1 കോൺസ്റ്റന്റ് ആയതിന്റെ ഡെറിവേറ്റീവ് 0, എക്സ് സ്ക്വയറിന്റെ ഡെറിവേറ്റീവ് 2x. അപ്പോൾ ഡി ടി ബൈ 2x dt by 2x equal to dx. Then substitute in this 2x by 1 plus x square equal to t. dx equal to dt divided by 2x. ആണല്ലേ? കട്ട് ചെയ്യാൻ അവിടെ വരുന്നത് അത് ഡെറിവേറ്റീവ് ഇവിടെ ഉള്ളത് കൊണ്ടാണ് കട്ട് ചെയ്ത് പോകുന്നത്. ഈക്വൽ ടു ഇന്റഗ്രൽ dt ഉണ്ട്. പിന്നെ ഇവിടെ എന്താണത്? 1 by t. 1 by t dt.
വാട്ട് ഈസ് ഇന്റഗ്രൽ ഓഫ് 1/x? ഏതിന്റെ ഡെറിവേറ്റീവ് ആണ് 1/x? ലോഗ് എക്സിന്റെ ഡെറിവേറ്റീവ് ആണ് 1/x. അപ്പൊ ഇന്റഗ്രൽ 1/t ഈക്വൽ ടു ലോഗ് ടി പ്ലസ് സി. ടി ഈക്വൽ ടു 1 പ്ലസ് എക്സ് സ്ക്വയർ. അപ്പൊ ലോഗ് 1 പ്ലസ് എക്സ് സ്ക്വയർ പ്ലസ് സി. 1/1 പ്ലസ് എക്സ് സ്ക്വയർ. 1/xന്റെ ഇന്റഗ്രൽ ലോഗ് എക്സ് ആണ്. അപ്പൊ 1/1 പ്ലസ് എക്സ് സ്ക്വയറിന്റെ ഇന്റഗ്രൽ ലോഗ് 1 പ്ലസ് എക്സ് സ്ക്വയർ. നെക്സ്റ്റ് വൺ, ഇന്റഗ്രൽ ഇ റേസ് ടു ടാൻ ഇൻവേഴ്സ് എക്സ് ബൈ 1 പ്ലസ് എക്സ് സ്ക്വയർ ഡി എക്സ്. ഇവിടെ എന്തായിരിക്കും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടത്? ഞാൻ പറഞ്ഞു ടാൻ ഇൻവേഴ്സ് എക്സ് ഇൻവേഴ്സ് ഉണ്ടെങ്കിൽ അത് തന്നെ ടി കൊടുക്കണം. അപ്പൊ ടി ഈക്വൽ ടു ടാൻ ഇൻവേഴ്സ് എക്സ്. then differentiate ചെയ്യുക with respect to x. dt by dx equal to tan inverse x ന്റെ ഡെറിവേറ്റീവ് 1/1 plus x square. then dt by 1/1 plus x square equal to dx. substitute ചെയ്യുക. integral e raised to tan inverse x equal to t by 1 plus x square dx equal to dt by 1/1 plus x square. 1 plus x square cut ചെയ്യുക. then integral e raised to t dt. what is integral of e raised to t? e raised to t ന്റെ ഇന്റഗ്രൽ e raised to t തന്നെയാണ്. അപ്പോൾ e raised to t plus c. then t equal to tan inverse x. e raised to tan inverse x plus c. അപ്പോൾ ഇന്റഗ്രൽ e raised to tan inverse x. അതിന്റെ ഇന്റഗ്രൽ എന്താണ്? e raised to tan inverse x plus c. റീസൺ എന്താണ്? tan inverse x ന്റെ ഡെറിവേറ്റീവ് 1/1 plus x സ്ക്വയർ ആ ഇന്റഗ്രന്റിൽ ഉള്ളത് കൊണ്ട് ഡെറിവേറ്റീവ് ഇന്റഗ്രൽ e raised to tan inverse x ആണ്. നെക്സ്റ്റ് e raised to വേറൊരു പ്രോബ്ലം നോക്കാം. e raised to 2x plus 3. Here t equal to 2x plus 3. dt by dx equal to x ന്റെ ഡെറിവേറ്റീവ് 1, 3 ന്റെ ഡെറിവേറ്റീവ് 0 ആണ്. അപ്പൊ 2 into 1 plus 0 that is 2. dt by 2 equal to dx. substitute ചെയ്യാം. അപ്പൊ ഇന്റഗ്രൽ e raised to 2x plus 3 equal to t ആണ്. t into dx. dx equal to dt divided by 2. 2 കോൺസ്റ്റന്റ് ആണ്. 1/2 ആണ്. ടേക്ക് 1/2 ഔട്ട്സൈഡ്. 1/2 into integral e raised to t dt. Integral of e raised to t is e raised to t. So 1/2 e raised to t plus c is 1/2 e raised to t is 2x plus 3. e raised to 2x plus 3 plus c. So 1/2 e raised to 2x plus 3 plus c. അപ്പോൾ 2x ആയതുകൊണ്ടാണ് 1/2 വന്നത്. അപ്പൊ e raised to 5x plus 6 അങ്ങനെയൊക്കെ ആണെങ്കിൽ എന്താ വരിക? 1/5 ആണ്. അപ്പൊ എക്സിന്റെ കോഎഫിഷ്യന്റ് ഇവിടെ എന്താണ് വരുന്നത്? അതാണ് ഇവിടെ ആ കോഎഫിഷ്യന്റ് വരുന്നത്. അപ്പോ ഇന്റഗ്രന്റില് എക്സ്പോണൻഷ്യൽ വന്നാൽ ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. e raised to ആ വരുന്ന ടേമിനെ ഫംഗ്ഷനെ നമ്മൾ t ആയിട്ട് കൊടുക്കുക. എന്നിട്ട് ഇതേ രീതിയിൽ ഇന്റഗ്രേറ്റ് ചെയ്യുക.